നമസ്കാരം. കാനത്തിൽ ജമീല അന്തരിച്ചു. കൊയിലാണ്ടി MLAയും CPM നേതാവുമായ കാനത്തിൽ ജമീല ഇന്നലെ അന്തരിച്ചു. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. അർബുദബാധിതയായി കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ചികിത്സയിലായിരുന്നു. സംസ്കാരം ഡിസംബർ 2 നടത്തും. 2005 കാനത്തിൽ ജമീല ചേളന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയത്. 2010 കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായി. 2020 രണ്ടാം തവണയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തെത്തി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊയിലാണ്ടിയിൽ നിന്ന് മത്സരിച്ച് നിയമസഭയിലേക്കെത്തി. 8472 വോട്ടിനാണ് കോൺഗ്രസിൻ്റെ N സുബ്രഹ്മണ്യനെ ജമീല പരാജയപ്പെടുത്തിയത്. SFIയിൽ കൂടിയായിരുന്നു ജമീലയുടെ രാഷ്ട്രീയ പ്രവേശനം. 9ാം തരത്തിൽ പഠിക്കുമ്പോൾ SFI സ്ഥാനാർത്ഥിയായി മത്സരിച്ചാണ് ജമീല നേതൃസ്ഥാനത്ത് എത്തുന്നത്. വിവാഹശേഷം കോഴിക്കോട്ടെ തലക്കുളത്തൂരിലെത്തിയതോടെ സജീവ പാർട്ടി പ്രവർത്തകയായി ജമീല മാറി. ത്രിതല പഞ്ചായത്ത് നിലവിൽ വന്ന 1995 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തലക്കുളത്തൂരിൽ നിന്ന് ആദ്യമായി ജനവിധി തേടി. അത്തവണ തന്നെ തലക്കുളത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റുമായി. അത്തോളി ചോയ്ക്കുളം സ്വദേശിയാണ് കാനത്തിൽ ജമീല. പരേതയായ TK ആലിയുടെയും മറിയത്തിൻ്റെയും മകളാണ്. ഭർത്താവ് കാനത്തിൽ അബ്ദുറഹ്മാൻ. മക്കൾ ഐറീജ് റഹ്മാൻ USA, അനൂജ സുഹൈബ് ന്യൂനപക്ഷ കോർപ്പറേഷൻ ഓഫീസ് കോഴിക്കോട്. മരുമക്കൾ സുഹൈബ്, തേജു. സഹോദരങ്ങൾ ജമാൽ, നസീർ, റാബിയ, കരീം ഗൾഫ് ആൻഡ് പരാതിയായ ആസ്യ. ഇനി ആരാണ് ഈ കാനത്തിൽ ജമീല? ആരാണെന്നറിയോ? ഭരണാധികാരി എന്ന നിലയിൽ കഴിവ് തെളിയിച്ച ഒരാൾ. കാനത്തിൽ ജമീലയുടെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് അദ്ദേഹം അനുശോചനം അറിയിച്ചത്. കൊയിലാണ്ടി MLAയും CPIM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗവുമായ കാനത്തിൽ ജമീലയുടെ നിര്യാണം അത്യന്തം ദുഃഖകരമാണ്. യാഥാസ്ഥിതിക കുടുംബത്തിൽ നിന്ന് ചെറുപ്രായത്തിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യത്തിലേക്ക് വന്ന വ്യക്തിയായിരുന്നു കാനത്തിൽ ജമീല. എന്നാൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ പ്രവർത്തിച്ച് ഭരണമികവ് തെളിയിച്ച് നടപടിയായി ഉയർന്നു വന്ന നേതാവ് കൂടിയായിരുന്നു അവർ. ഇങ്ങനെ പോകുന്നു മുഖ്യമന്ത്രിയുടെ കുറിപ്പ്. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നിങ്ങനെ ഭരണാധികാരി എന്ന നിലയിൽ മികച്ച കഴിവ് തെളിയിച്ചാണ് അവർ നിയമസഭ സാമാജിക ആകുന്നത്. ജനകീയ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെട്ട് ശ്രദ്ധേയമായി. ലാളിത്യമാർന്ന ഇടപെടലിലൂടെ പൊതുസമൂഹത്തിൻ്റെ അംഗീകാരം തേടി രാഷ്ട്രീയത്തിന് അതീതമായ സൗഹൃദം കാത്തുസൂക്ഷിച്ചു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവെന്ന നിലയിൽ മഹിളകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ ബദ്ധശ്രദ്ധയായി. കാനത്തിൽ ജമീലയുടെ അകാല വിയോഗത്തിൽ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു എന്നാണ് ശ്രീ പിണറായി വിജയൻ കുറിക്കുന്നത്. CPMൻ്റെ മികച്ച നേതാവിനാണ് നഷ്ടമായതെന്നും CPI സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും. രോഗത്തോട് പോരാടി ജീവിതത്തിലേക്ക് മടങ്ങി വരുമ്പോഴാണ് മരണം സംഭവിക്കുന്നത്. പരിപാടികളിൽ പങ്കെടുത്തു തുടങ്ങിയിരുന്നു. നല്ല പെരുമാറ്റത്തിലൂടെ ജനഹൃദയങ്ങളിൽ സ്ഥാനം നേടാനും കാനത്തിൽ ജമീലയ്ക്ക് കഴിഞ്ഞു. എന്നാൽ പഞ്ചായത്ത് മെമ്പറായി തുടങ്ങി MLA വരെ ആയി മികച്ച പ്രവർത്തനം നടത്തി കാനത്തിൽ ജമീല. നിയമസഭയിലും മികവാർന്ന പ്രകടനം നടത്തി. കേരളത്തിന് അകത്തും പുറത്തും ജനങ്ങളിൽ സ്വാധീനമുണ്ടാക്കി. കുടുംബത്തിൻ്റെയും അവരെ സ്നേഹിക്കുന്ന ജനങ്ങളുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നതായി MV ഗോവിന്ദൻ പറഞ്ഞു. ഇനി പാർട്ടിക്ക് വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. അസുഖബാധിത ആയിരുന്നിട്ടും നിയമസഭയിൽ എത്തിയിരുന്നു കറക്റ്റായിട്ട്. ചികിത്സയിലായിരുന്ന സമയത്തും കൊയിലാണ്ടിയിലെ കാര്യങ്ങൾ ഫോണിൽ വിളിച്ച് പറയാറുണ്ടായിരുന്നുവെന്നും മുഹമ്മദ് റിയാസ് കൂട്ടിച്ചേർത്തു. സ്നേഹസമ്പന്നിയായ ജനപ്രതിനിധി അനുശോചിച്ച് ബിനോയ് വിശ്വം. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് കാനത്തിൽ ജമീലയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത്. സഹോദര നിർവിശേഷമായ സ്നേഹത്തോടുകൂടി എല്ലാവരോടും പെരുമാറിപ്പോകുന്ന സ്നേഹസമ്പന്നയായ ജനപ്രതിനിധിയായിരുന്നു കാനത്തിൽ ജമീല. വിപ്ലവ പാരമ്പര്യമുള്ള കുടുംബത്തിൽ ജനിച്ച ജമീല വളരെ ആത്മാർത്ഥതയോടെയുള്ള പൊതുപ്രവർത്തനത്തിലൂടെ എല്ലാ ജനങ്ങളുടെയും എല്ലാ രംഗത്തും സ്നേഹം പിടിച്ചു പറ്റിയ നേതാവായിരുന്നു. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൻ്റെ സാരഥി, പിന്നീട് കൊയിലാണ്ടി MLA എന്നിങ്ങനെ ജനപ്രതിനിധി, CPM നേതാവ് എന്നീ നിലകളിൽ അവർ നടത്തിയ പ്രവർത്തനങ്ങൾ എല്ലാ കാലത്തും ഓർമ്മിക്കപ്പെടും. ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ശക്തിയായ ഒരു സഖാവിൻ്റെ വിയോഗത്തിൽ CPI സംസ്ഥാന കൗൺസിൽ ആഘാതമായ ദുഃഖം രേഖപ്പെടുന്നതായി ബിനോയ് വിശ്വം അനുശോചന യോഗത്തിൽ പറഞ്ഞു. ഇനി KB ഗണേഷ് കുമാർ പറഞ്ഞത് എല്ലാവർക്കും മാതൃകയായ പൊതുപ്രവർത്തക എന്നതാണ്. ഏറെ വേദനാജനകമാണ് കൊയിലാണ്ടി MLA കാനത്തിൽ ജമീല സഖാവിൻ്റെ അകാല വിയോഗമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോഴും പിന്നീട് MLA ആയപ്പോഴും ജനപക്ഷ നിലപാടിൽ ഊന്നിയ പ്രവർത്തനം നടത്തിയ നേതാവിൻ്റെ വിയോഗം ഒരു കനത്ത നഷ്ടം തന്നെയാണ്. ലാളിത്യം നിറഞ്ഞ പെരുമാറ്റത്തിലൂടെ ഏവരുടെയും ബഹുമാന ആദരവുകൾ ഏറ്റുവാങ്ങിയ എല്ലാവർക്കും
മാതൃകയായ പൊതുപ്രവർത്തക കൂടിയാണ് സഖാവ് കാനത്തിൽ ജമീല. കാനത്തിൽ ജമീലയുടെ വിയോഗത്തിൽ കുടുംബ അംഗങ്ങളുടെയും സഹപ്രവർത്തകരുടെയും പാർട്ടി പ്രവർത്തകരുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്ന് അനുശോചന സന്ദേശത്തിൽ ഗണേഷ് കുമാർ പറഞ്ഞു. കുത്തിയിരുന്ന് കുടിവെള്ളം എത്തിച്ച പോരാളി കാനത്തിൽ ജമീലയെക്കുറിച്ചുള്ള ഒരു ഓർമ്മ. കോഴിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നപ്പോൾ തലക്കുളത്തൂർ പഞ്ചായത്തിലെ കണിയാങ്കുന്ന് ഉന്നതിയിൽ വെള്ളം എത്തിച്ചതിന് പിന്നിൽ കാനത്തിൽ ജമീലയുടെ നിശ്ചയദാർഢ്യത്തിൻ്റെ കഥയുണ്ട്. കാനത്തിൽ ജമീല പ്രസിഡന്റായിരുന്ന കാലത്ത് കുടിവെള്ള പ്രശ്നം രൂക്ഷമായ പ്രശ്നമായിരുന്നു. തലക്കുളത്തൂരിൻ്റെ ഉൾനാടുകൾ, പ്രത്യേകിച്ചും തലക്കുളത്തൂർ പ്ലേസ്, കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കാൻ ജലവകുപ്പിൽ നിന്ന് ഉദ്യോഗസ്ഥർ എത്തണം. എന്നാൽ ഒരുപാട് തവണ ജനങ്ങൾ നേരിട്ടും പഞ്ചായത്ത് മുഖേന ഓഫീസിലെത്തി പറഞ്ഞു. പക്ഷേ ഉദ്യോഗസ്ഥർ വരാൻ കൂട്ടാക്കിയില്ല. ഒടുവിൽ ഓണത്തിന് 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ കാനത്തിൽ ജമീല ജലവകുപ്പ് ഓഫീസിൽ പോയി അവരോട് വരാൻ പറഞ്ഞു. അവർ കൂട്ടാക്കിയില്ല. എന്നിട്ടോ അവധിയാണ്, പിന്നെ ആവട്ടെ എന്നൊക്കെയാണ് മറുപടി. മണിക്കൂറുകളോളം അവിടെ കുത്തിയിരുന്നു. പഞ്ചായത്തിന് സ്വന്തമായി വണ്ടിയില്ലാത്ത കാലമായിരുന്നു അത്. കയ്യിൽ നിന്ന് പണമെടുത്ത് ടാക്സി വിളിച്ചാണ് അവിടം വരെ പോയത്. തിരിച്ചു പോവില്ലെന്ന് ഉറപ്പായതോടെ ഉദ്യോഗസ്ഥരൊപ്പം വന്നു. ഉന്നതിയിൽ വെള്ളമെത്തി. ഒരിക്കൽ ഈ അനുഭവം പങ്കുവെച്ചപ്പോൾ പെരുത്തി നേടിയതിൻ്റെ അഭിമാനമായിരുന്നു കാനത്തിൽ ജമീലയുടെ മുഖത്ത്. തലക്കുളത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ്, ചേളന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നിങ്ങനെ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൻ്റെ 3 ഘട്ടങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട് കാനത്തിൽ ജമീല. അന്നുവരെ അപരിചിതയായ ഒട്ടേറെ സംവിധാനങ്ങൾ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തിയതിൻ്റെ അനുഭവവും അവർക്കുണ്ട്. തൻ്റെ വാർഡിൽ ആദ്യമായി ഗ്രാമസഭ നടക്കുന്ന വിവരം നാട്ടുകാരെ അറിയിച്ചത് ഗ്രാമവഴികളിലൂടെ ചെണ്ടകൊട്ടി പറഞ്ഞതാണെന്നും 900ഓളം ആളുകൾ പങ്കെടുത്ത ഗ്രാമസഭയെ നിയന്ത്രിക്കാൻ തുടക്കക്കാരിയായി താൻ നന്നേ ബുദ്ധിമുട്ടിയിരുന്നതായി ഒരിക്കൽ ജമീല ഓർത്തെടുത്തിരുന്നു ഒരു ഇൻ്റർവ്യൂവിൽ. ജനകീയ ആസൂത്രണത്തിൻ്റെ പിറവി മുതൽ യൗവനം വരെ ഒന്നിച്ചു നടന്ന വ്യക്തിയായിരുന്നു കാനത്തിൽ ജമീല. തലക്കുളത്തൂരിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റിൽ നിന്ന് കൊയിലാണ്ടിയുടെ MLA വരെയായി നിയമസഭയുടെ അങ്കണം വരെ അവർ എത്തിയതിനു പിന്നിൽ ആ വലിയ ആശയം മുതൽക്കൂട്ടായിരുന്നു. എന്നാൽ ജനകീയ ആസൂത്രണത്തിൻ്റെ 25ാം വാർഷികത്തിൽ മുൻ മാതൃകകൾ ഇല്ലാതെ ഒരു വികസന യത്നത്തിൽ ഒപ്പം നടന്നതിൻ്റെ ഓർമ്മകൾ മാതൃഭൂമിയുമായി അവർ പങ്കുവച്ചിരുന്നു. അന്ന് തനിക്ക് പൂർത്തിയാക്കാൻ കഴിയാത്ത ജനകീയ പദ്ധതികളെക്കുറിച്ചും അവർ വാചാലയായി. പക്ഷെ ഒരിക്കൽ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയായിരിക്കെ വോട്ട് തേടി കണിയാങ്കുന്നിലെത്തിയപ്പോൾ വയസ്സായ സ്ത്രീ മുന്നിൽ വന്ന് സന്തോഷത്തോടെ, മോളെ ഞാൻ മാളു അമ്മ, നീയാണ് എനിക്ക് പെൻഷൻ പാസ്സാക്കിയത്, ഇപ്പോഴും കിട്ടുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞതും അന്ന് ചെയ്ത കാര്യത്തിൽ, ചെറിയ കാര്യത്തിൽ ഒരാൾക്ക് തന്നെ ഓർക്കാൻ കാരണമായല്ലോ എന്ന് ഓർത്തപ്പോൾ കണ്ണു നിറഞ്ഞതും കാനത്തിൽ ജമീല പറഞ്ഞു. കേന്ദ്രീകൃതമായ ഒരു ഭരണ സംവിധാനത്തിൽ നിന്ന് അന്നുവരെ ഉദ്യോഗസ്ഥ സംവിധാനങ്ങളും ഭരണസമിതിയെ നിയന്ത്രിച്ചിരുന്ന വികസന കാഴ്ചപ്പാടിൽ നിന്ന് ഗ്രാമസഭകളിലൂടെ ജനങ്ങൾ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന രീതി ആദ്യം കൗതുകമായിരുന്നു ജനങ്ങൾക്ക്. എന്നാൽ ജനകീയ ആസൂത്രണത്തിന് മുൻപ് തന്നെ പഞ്ചായത്തുകൾക്ക് ഫണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഡെവലപ്മെൻറ്റ് ഓഫീസർ ചെറിയ തുക നൽകും, പഞ്ചായത്തുകാർക്ക് കാര്യമായൊന്നും ചെയ്യാനില്ല. എത്ര ഫണ്ട്, ആർക്ക്, എവിടെ, എത്ര ഉപയോഗിച്ചു, ബാക്കി എത്ര തുടങ്ങിയ ഒന്നിന് കണക്കുകളില്ലായിരുന്നു പണ്ടേ. എന്നാൽ 2010 കാനത്തിൽ ജമീല ഗ്രാമപഞ്ചായത്ത് പ്രവർത്തിക്കുമ്പോഴാണ് സ്നേഹപർഷം പദ്ധതിക്ക് തുടക്കമിട്ടത്. ഇന്നും അത് അവരുടെ പേരിൽ പരാമർശിക്കപ്പെടുന്നു അവിടെ. എന്നിടത്ത് ദീർഘവീക്ഷണമുള്ള ഒരു നേതാവിനെ കാണാൻ കഴിയും. കേരള മാതൃകയായ സ്ത്രീ ശാക്തീകരണമാണ് 25 വർഷമായിട്ട് തുടർന്ന് പൊതുപ്രവർത്തനത്തിന് കരുത്തുന്നു അന്ന് കാനത്തിൽ ജമീല പറഞ്ഞിരുന്നു. അങ്ങനെ കുടിവെള്ളം എത്തിച്ച കാനത്തിൽ ജമീല കൂട്ടത്തിൽ ശക്തിയായ ഒരു സ്ത്രീ ഭരണാധികാരി എന്ന നിലയിൽ വളരെ പ്രശസ്തിയാണ്. അപ്പോൾ കാനത്തിൽ ജമീലയുടെ, ആ മാഡത്തിൻ്റെ അകാല വിയോഗത്തിൽ നമുക്ക് പങ്കുചേരാം, ആ ദുഃഖത്തിൽ നമുക്ക് പങ്കുചേരാം. താങ്ക് യു.